ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫാമും അതേമാതിരി കുറച്ച് കൃഷികളും കാണിച്ചാണ്. നേരെ ഫസ്റ്റ് നമുക്ക് പശുവിൻ്റെ അടുത്ത് പോകാം. ഇതാണ് ഗൈസ്, നമ്മളെ കുറച്ച് 4 പശുക്കളുള്ളത്. നല്ല കൊമ്പുള്ള നല്ല സൈസ് കൊമ്പാണ് ഇതിന്. പിന്നെ ഇവിടെയുള്ള ഇത് കണ്ട, ഇതിനും രണ്ട് തള്ളാരാണ്. ഇതിനടുത്ത് നമുക്ക് നേരെ കോഴികളെടുത്ത് പോവാണെങ്കിൽ പോകാം. ഇതാണ് ഗൈസ് നമ്മളെ കോഴിക്കൂട്. കോഴിക്കൂട് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കൂടാണ്. ആദ്യം ആടും കൂടെ പിന്നെ നമ്മള് ഗ്രില്ലിട്ട് മൊത്തം റെഡിയാക്കി എടുത്താണ്. കാണുമെന്നറിയാം. അതിലൊരു വെറൈറ്റി കോഴി ഉണ്ട്. ഏതാണ് കണ്ടുകിടുന്നുണ്ട്? ഗിനിക്കോഴി കണ്ടോ? അതിന്റെ പുള്ളിക്കോഴിയാണ് അത്. നിങ്ങൾ കണ്ടുകിടുന്നുണ്ട് ഒരു ലൈക്ക്. ഇതാണ് ഗൈസ് നമ്മളെ കോഴിക്കൂട്. കോഴിക്കൂട് ആദ്യം ഒരു ആടും കൂടെ ആയിരുന്നു. പിന്നെ അവിടെ ഒരു പോത്തും കൂടുണ്ട്. ഇതാണ് നമ്മളെ പഴയ തൊഴുത്ത്. ഞങ്ങൾ താറാവിനെ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മളെ താറാവ്. താറാവിന് പറ്റിയ നല്ലൊരു കുളമുണ്ട്. ഇത് നമ്മൾ ഇടക്കിടക്ക് വെള്ളം ഫ്രഷ് ആക്കലുണ്ട്. ഫ്ലൈൻ ഡക്ക് എന്ന് പറഞ്ഞൊരു പ്രത്യേക തരം താറാവുണ്ട്. അതാ അവിടെ കാണുന്നുണ്ടാവും. അതിന്റെ കുഞ്ഞിന്റെ കളർ മണ്ണ എന്നാണ്. നിങ്ങൾ കാണുന്നുണ്ടോന്നറിയ? ഇതുണ്ട് ഈ ഫ്ലൈൻഡൊക്കെ. ഇത് കുളിച്ചതാണ്, കുളിക്കാത്താണ്. അത് അവിടെ കാണ വെളുത്ത നല്ല അതൊക്കെ. ഇതും ഫ്ലൈൻഡൊക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ കോഴിക്കുട്ടികളെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഫ്ലൈൻ ഡക്കിന്റെ കുട്ടികൾ. കണ്ടില്ലേ? ഇതാണ് ഫ്ലൈൻ ഡക്കിന്റെ കുട്ടികള്. നല്ല കുഞ്ഞു കുഞ്ഞു കുട്ടികളാണ്. ഇത് പിന്നെ നമ്മള് കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇതാണ് കണ്ടില്ലേ? കണ്ടോ? എടുക്കല്. ഇതാണ് നമ്മളെ കോഴിക്കുട്ടി. ഇവളെ നിങ്ങൾ കണ്ടുകിടുന്നുണ്ട്. ഒരു ലൈക്ക് കിട്ടും. ഒരു ലൈക്ക്. ഷിസ അഫ്ഷിൻ എഹ്സാൻ എന്നാണ് നമ്മളെ ചാനലിന്റെ പേര്. ഷിസ അഫ്ഷിൻ ആൻഡ് എഹ്സാൻ. ഇതാട്ടെ ഞങ്ങളെ വീഡിയോന്റെ പേര്. അല്ല ഗൈസ്, അപ്പൊ ഇതാണ് നമ്മളെ കോഴിക്കുട്ടി. ഇത് കഴിക്കുന്ന ചാടി എന്ത് ചെയ്യുമല്ലയാ? കണ്ടോ? കൈക്കൽ പിടിച്ചു നോക്ക്. ഓ നല്ല ഗിനി 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 ഗുരു ഗുരു. ഇനി നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഫ്ലവേഴ്സും പിന്നെ അതുപോലെ കൃഷിയൊക്കെയാണ്. അത് നമ്മൾ ഫ്ലവേഴ്സ് കാണിച്ചുതരാം. ഇത് നിങ്ങൾ കണ്ടുകിടുന്നുണ്ട്. ഇതാണ് ഒരു ശവന്നാരി എന്ന് പറഞ്ഞ ഫ്ലവേഴ്സ്. ഇതിവിടെ ഒന്ന് കുഴിച്ചിട്ടാൽ മതി, ബാക്കി ഫുള്ള് ഉണ്ടാവും. നിങ്ങൾ കണ്ടുകിടുന്നുണ്ട്. ഒരു ലൈക്ക്. ഇവിടെ കുഴിച്ചിട്ടപ്പോ തന്നെ അപ്പുറത്തും ഇതാ ഉണ്ടായിട്ടുണ്ട്. ഇനി വരുന്നത് ഇതാണ്. ഇത് നിങ്ങൾ അവിടെ കണ്ടുകിടുന്നുണ്ട്. ലൈക്ക് കേട്ടോ. ഇതെന്താ വെച്ചാൽ സൺഫ്ലവറിന്റെ ഒരു ഈ പൂവാണ്. ഈ ഒരു പൂവാണ്. ഈ ഒരു ഓറഞ്ച് പൂ മാറി അതിന്റെ ഉള്ളിൽ മഞ്ഞ. അതാണ് കണ്ടോ? പിന്നെ നമ്മളടുത്തൊരു റോസ് കൊമ്പുണ്ട്. അവിടെ ഉണ്ട് റോസ്. പിന്നെ ഇത് നമ്മള് തൊട്ടാപൊട്ടി എന്ന് പറയും. അതിന്റെ നമ്മള് തൊട്ടാപൊട്ടി എന്ന പേരൊക്കെ ഇട്ടിട്ടുണ്ട്. തൊടുമ്പോ പിന്നെ ഇത് എന്താ നമ്മളെ പേര് നമുക്കറിയില്ല. കാട്ടുപൂവ്. കണ്ട ഈ സാധനം നമുക്ക് തിന്നാം. മനസ്സിലാവും. എന്റെ എടുക്കട്ടോ. ഈ സാധനം തിന്നു നോക്കൂ. നെക്സ്റ്റിന് അതിന്റെ അതേപോലത്തെ കാട്ടുപൂവ് വേറെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മളൊരു പഴുപ്പ് പൂവ്. ഇതിന്റെ പേരെന്താണ്? നെക്സ്റ്റ് ഇത് വരുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഇത് കണ്ടോരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് നമ്മൾ വീഡിയോ കിട്ടും. ഈ ശവനാരിപ്പൂ കാണിച്ചു തരുമ്പോ അതിന്റെ ബാക്കിലുള്ളത് നിങ്ങൾ കണ്ടുകണോ അറിയില്ല. ബാക്കിലൊക്കെ ഇഷ്ടം പോലെ കൃഷി. അതിന്റെ ഇടയിൽ 2-3 തുളസിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഫ്ലൈൻ ഡക്കിനെ കാണിച്ചു തന്നില്ലേ, അതിന്റെ കൂട് ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഗൈസ് വരുന്നത് ഫ്ലൈൻ ഡക്കിന്റെ കൂട് വരുന്നത്. ഇതിന്റെ ഉള്ളൊക്കെ ആകെ ഒരു കോലം വരണം. ഇതിന്റെ ഇത് പണ്ടത്തെ വിറക് വെക്കുന്ന. അപ്പൊ ഇവിടെ ഞങ്ങള്
പിന്നെ കോഴിക്കളായിരുന്നു. ഇവിടെ പിന്നെ ഇപ്പൊ താറാവാണ്. ഇതിന്റെ ഉള്ളിൽ ഞങ്ങള് 3 കൂടാണ് വെച്ചിട്ടുള്ളത്. ആ 3 കൂട്ടിലും ആൾക്കാരൊക്കെ ഇതൊക്കെ മുട്ട വെച്ചെടുത്തതാണെന്ന് തോന്നുന്നുണ്ട്. ഇതിട്ടാ മുട്ട ഉണ്ടോ? ഇതാ നമ്മളെ തെങ്ങിന്റെ തൊട്ടടുത്ത് നിങ്ങൾ കണ്ടോ മൂച്ചിയാണ്. ഇതിന് മാങ്ങ ഉണ്ടാവുന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. ഇത് പിന്നെ റംബുട്ടാൻ കേട്ടോ. നമുക്ക് നേരെ വീടിന്റെ ബാക്കിലോട്ട് പോകാം. ഇത് ഞങ്ങളെ അമ്മായിന്റെ മോള് ഹൈബാണ്. കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടതല്ലേ. ഇതാണ് ഗൈസ് ഞങ്ങള് പണ്ട് സ്കൂളിൽ നിന്ന് കിട്ടിയപ്പോ കുഴിച്ചിട്ടതാണ് പേരക്ക മരം. ഇത്ര ആയിട്ടുള്ളൂ. ഇനി നമുക്ക് നേരെ കൃഷിയിലോട്ട് കടക്കാം. കൃഷി കുറച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന കരുതുന്നു. അപ്പുറത്ത് കുറച്ച് കൃഷിയുണ്ട്. ഇത് കണ്ടോളി. നമ്മൾ ഇതിന്റെ ഉള്ളിൽ കേറുന്നില്ല കേട്ടോ ഗൈസ്. മുത്ത് കയറിയിട്ടുണ്ട്. അതിന് ചവിട്ടിക്കാണ്ട് കേടത്തി കഴിഞ്ഞാൽ നല്ല രസം. അവിടെ എന്തൊക്കെയോ വള്ളിയൊക്കെ ഉണ്ട്. കണ്ട ഇവിടെ ഒക്കെ കുഴിച്ചിട്ടതാണ്. നമ്മള് പണ്ടത്തെ കൃഷിയാണ്. നേരെ നമുക്ക് പണ്ടത്തെ കൃഷിന്റെ അടുത്തേക്ക് പോവാം. ഇനി ഈ കൃഷിക്ക് വേണ്ട വളമൊക്കെ അവിടെ നിന്ന് കിട്ടണേ നിങ്ങൾ ചോദിച്ചു. ഇതാ കണ്ട പഴയ തോത്തിന്റെ ചാണകക്കുജിലുണ്ട്. നമ്മളെ കുട്ടിപ്പശുവാണിത്. കുട്ടിപ്പശു ഇത് കണ്ട നമ്മളെ കണ്ടാ നീച്ചു. ഒരു സ്നേഹപ്രകടനം. ഇവിടെ നമ്മള് പഴയ കൃഷി. ഇവിടെയൊക്കെ കാട് പിടിച്ചിരിക്കുന്നു. ഇപ്പോഴും ഉണ്ട് അവിടെ എന്തൊക്കെ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ കാട്ടിക്കൂടെ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ നടക്കും. ഇത് കണ്ടേ ഇവിടെ ഞങ്ങൾ തക്കാളി തൈ ഇത് കണ്ട അപ്പൊ ഇനി ഇത്ര ഉള്ള വീഡിയോ. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ കമന്റ് ബോക്സിൽ കമന്റ് ഇടാൻ ആരും മറക്കല്ലേ. അപ്പൊ ഇത്ര ഉള്ള വീഡിയോ. ബാക്കി നാളെ.